അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പിടികൂടിയിട്ടുള്ളത് ഖുർആനിലെ 113, 114 സൂറത്തുകളാണ്. സൂറത്തുൽ ഫലഖ്, സൂറത്ത് അന്നാസ്. ഈ സൂറത്തുകൾക്ക് മുഅവ്വിദത്തൈനി എന്നും മുഅവ്വദത്തൈനി എന്നും പേരുണ്ട്. മുഅവ്വദത്തൈനി പറഞ്ഞാൽ രണ്ട് തഅവീദിൻ്റെ, അതായത് രക്ഷ തേടുന്നതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ എന്നാണ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അധ്യായങ്ങൾ സൂറത്ത് ഫലഖ്, സൂറത്ത് അന്നാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് രണ്ടും കൂട്ടിപ്പറയുമ്പോഴാണ് മുഅവ്വിദത്തൈൻ എന്ന് പറയാം. സൂറത്ത് ഫലഖ് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഈ സൂറത്തിലെ 5 ആയത്തുകളാണുള്ളത്. സൂറത്ത് നാസിൽ 6 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സൂറത്ത് ഫലക്കിൻ്റെയും സൂറത്ത് നാസിൻ്റെയും തുടക്കം ഖുൽ, പറയുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലാണ് ഖുൽ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലക്കിൻ്റെ, അതായത് പ്രഭാതത്തിൻ്റെ ഉടമയോട്, നാഥനോട്, അല്ലെങ്കിൽ അതിൻ്റെ വിധാതാവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുക. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഷർറിൽ നിന്ന്, അതിനാലുണ്ടാവുന്ന ഉപദ്രവത്തിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുട്ടുമ്പോൾ ഉണ്ടാവുന്ന ദ്രോഹത്തിൽ നിന്നും. ഇവിടെ രാത്രിയുടെ ദ്രോഹമല്ല, യഥാർത്ഥത്തിൽ രാത്രി ഇരുട്ടുമ്പോൾ ഉണ്ടാവുന്ന ദ്രോഹകരമായിട്ടുള്ള സംഗതികളാണ്. വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ദ്രോഹങ്ങളിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയപ്പെടുമ്പോഴുണ്ടാവുന്ന ദ്രോഹത്തിൽ നിന്നും. ഇതാണ് സൂറത്ത് ഫലക്കിൻ്റെ അർത്ഥം. സൂറത്ത് നാസിൻ്റെ അർത്ഥം ഖുൽ, പറയുക. ഇവിടെയും ഖുൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലാണത് വരിക. അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ നാഥനോട്, ജനങ്ങളുടെ രാജാവിനോട്, ജനങ്ങളുടെ ഇലാഹിനോട് ഞാൻ രക്ഷ തേടുന്നു. എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ഒളിഞ്ഞിരിക്കുന്ന, അതുപോലെ തന്നെ വസ്വാസ് ഉണ്ടാക്കുന്ന ആ ശക്തിയുടെ, ദുശക്തിയുടെ ഉപദ്രവത്തിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സിൽ അവൻ ദുർമോഹങ്ങൾ അല്ലെങ്കിൽ ദുർബോധനങ്ങൾ ഇടുന്നു, അല്ലെങ്കിൽ ദുർവിചാരങ്ങൾ ഇടുന്നു എന്നൊക്കെ പറയാം. മിനൽ ജിന്നത്തി വന്നാസ്, അത് മനുഷ്യരിലും ജിന്നിലും പെട്ട. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ദുർമോഹങ്ങളോ ദുർവിചാരങ്ങളോ ഒക്കെ ദുർബോധനങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന
ആ ശക്തിയുടെ ദുശക്തിയുടെ അവനാലുണ്ടാവുന്ന ദ്രോഹത്തിൽ നിന്ന് രക്ഷ തേടുന്നു. ഇവിടെ ഈ രണ്ട് സൂറത്തും ഉദ്ധരിച്ചുകൊണ്ട് ജബ്ബാർ പറയുന്നത് ഈ രണ്ട് സൂറത്തും യഥാർത്ഥത്തിൽ മനുഷ്യനും അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ ബന്ധം എങ്ങനെ എന്നല്ല, ഈ സൂറത്തെന്ന് മാത്രമല്ല ഖുർആൻ മൊത്തത്തിൽ തന്നെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണമെന്നല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ജാഹിലി കാലഘട്ടത്തിലുള്ള മൂഢവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അത് നിറഞ്ഞതാണ് ഖുർആൻ. അത് തന്നെയാണ് ഈ രണ്ട് സൂറകളിലും പഠിപ്പിക്കുന്നതെന്നാണ്. അതിന് കാരണം എന്താണ്? ഈ സൂറകൾ മനുഷ്യനോട് തൻ്റെ നാഥനോട് ചില സംഗതികളുടെ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ട് സംഗതി അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നോ ഇല്ല എന്നുള്ളതല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ആത്മാർത്ഥമായി സമ്മതിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ഏത് മനുഷ്യനും പറയാം, ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇവിടെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പറയുന്നത് മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് ദൈവത്തോടാണ്. ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ഒന്ന് റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉടമ, എല്ലാറ്റിൻ്റെയും ഭരണ കാര്യങ്ങൾ കൈയാളുന്ന ആൾ എന്നൊക്കെ അതിനർത്ഥം പറയാം. അതുപോലെ തന്നെ മലിക്ക് പറഞ്ഞാൽ രാജാവ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റേതാണ് ആകാശഭൂമികൾ. ആ ആകാശഭൂമികളുടെ മൊത്തം ആധിപത്യം അവൻ്റേതാണ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു മലിക്, രാജാവാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടെ ഭൂമിയിൽ രാജാക്കന്മാരുടെ അവസ്ഥയിലല്ല. പിന്നെ ഇലാഹിന്നാസ്, മനുഷ്യൻ ആർക്കാണോ യഥാർത്ഥത്തിൽ വിധേയപ്പെടേണ്ടത്, ആ വിധേയപ്പെടേണ്ടുന്ന ശക്തി ആരാണ്? അത് അള്ളാഹുവാണ്. അവനെ സംബന്ധിച്ചാണ് ഇവിടെ ഇലാഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ വിധേയപ്പെടുകയും അവൻ തൻ്റെ നിയമം, എല്ലാ നിയമങ്ങളും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ആരുടേതാണ്. അതുപോലെ അവൻ്റെ രക്ഷിതാവ്, അവൻ്റെ സംരക്ഷകൻ, അവൻ്റെ വിധാതാവ് ആരാണ്? അവനുമായിട്ട് അടുക്കാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയാവട്ടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, അവന് വന്നുപെടാൻ സാധ്യതയുള്ള മറ്റ് ജീവജാലങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് സൃഷ്ടിജാലങ്ങളുടെയോ ഒക്കെ ദ്രോഹം, അപ്പോൾ ആ ദ്രോഹത്തിൽ നിന്നൊക്കെ രക്ഷ തേടുക. ഇവിടെ രക്ഷ തേടേണ്ടത് ആരോടാണെന്നും അതുപോലെ തന്നെ രക്ഷ തേടേണ്ടത് എന്തിൽ നിന്നാണെന്നുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ സൃഷ്ടാവും രക്ഷകനായിട്ടുള്ള അള്ളാഹുവിനോട് മാത്രമാണ് മനുഷ്യൻ രക്ഷ തേടേണ്ടത്. അത് ഏത് വിധത്തിലുള്ള ഉപദ്രവ വസ്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടാം. കാരണം ഇവിടെ രക്ഷിക്കുക എന്ന ഒരു സംഗതി ഉണ്ട്. ഈ സംഗതി അള്ളാഹുവിന് മാത്രമേ സാധ്യമാവൂ എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് ആർക്കാണോ അതിന് കഴിയുക അവനോട് രക്ഷ തേടുക. അത് അള്ളാഹുവിനെ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നാണ് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഈ സൂറത്തിലടക്കം ഖുർആൻ പഠിപ്പിക്കുന്നത് മനുഷ്യനും തൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെയാണ്. ആ ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ ഉതകുന്നതാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിത് ബോധ്യമാവില്ല. കാരണം അയാൾ തീർത്ത് അള്ളാഹു അല്ലെങ്കിൽ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സർവശക്തനായിട്ടുള്ള ഒരു ശക്തി, ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളായതുകൊണ്ട് അയാൾക്കത് ബോധ്യമാവില്ല. ആ നിഷേധം ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടാവാം, അല്ലെങ്കിൽ
അത് ആളുകളുടെ മുമ്പിൽ താനൊരു പുരോഗമനവാദിയാണ് എന്ന് തെളിയിക്കാനാവാം. രണ്ടർത്ഥത്തിലായിരുന്നാലും അയാളെ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇതിൽ ഉത്തരം മുട്ടിക്കുക എന്നത് നമ്മുടെ ഉദ്ദേശമല്ല. കാരണം ദുശ്ശാഠ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യവും ബോധ്യപ്പെടില്ല എന്നുള്ളതാണ്. അവരങ്ങനെ അവരുടെ ദുശ്ശാഠ്യമായിട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ മനുഷ്യനും തൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കാനുള്ള ഉപദേശമാണ്, അതിനുള്ള നിർദ്ദേശമാണ്. നീ നിൻ്റെ സൃഷ്ടാവിനോട്, നിൻ്റെ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്. ഇവിടെ മനുഷ്യനെ ബാധിക്കാവുന്ന ഏത് ദ്രോഹവും ഇവിടെ വരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ നാശത്തിൽ, അള്ളാഹു സൃഷ്ടിച്ചതിനാലുണ്ടാവുന്ന ദ്രോഹം, അതുപോലെ തന്നെ രാത്രി ഇരുട്ടുമ്പോൾ ഉണ്ടാകാവുന്ന ദ്രോഹം, അതുപോലെ കെട്ടുകളിൽ ഊതുന്നവരുടെ ദ്രോഹം, മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൽ പരം ഇനി അവന് ദ്രോഹം ഉണ്ടാവാനുള്ള മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നുള്ളത് മാനസികമായിട്ടുള്ള പിരിമുറുക്കമോ സംഘർഷമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധമില്ലായ്മയോ ബുദ്ധിയൊക്കെയാണ് ഉണ്ടാവുക. ഇതാവട്ടെ, ഇത് പൈശാചികമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ പിശാച് എന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്, പിശാച് എന്നത് ഖുർആൻ്റെ കാഴ്ചപ്പാടിൽ ദ്രോഹകരമായിട്ടുള്ള, മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന എല്ലാറ്റിനെയും ശൈത്താൻ എന്ന് പറയും. ശതന എന്ന വാക്കിന് അങ്ങനെയും ഒരർത്ഥമുണ്ട്. അതിൽ നിന്നാണ് ശൈത്താൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദ്രോഹകരമായിട്ടുള്ള ഇത് എന്ന് പറയുന്നത് ഭൗതികാർത്ഥത്തിൽ ദ്രോഹം ചെയ്യുന്ന ശക്തികളുണ്ട്, ആത്മീയ അർത്ഥത്തിൽ ദ്രോഹം ചെയ്യുന്ന ശക്തികളുണ്ട്. അതിൽ മനുഷ്യരുമുണ്ട്, മറ്റ് ജിന്ന് വർഗത്തിൽപ്പെട്ട ശക്തികളുമുണ്ട്. അപ്പോൾ ഈ രണ്ട് തരം ശൈത്താന്മാരിൽ നിന്നുമാണ് ഇവിടെ രക്ഷ തേടുന്നത് അള്ളാഹുവിനോട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള രക്ഷ നൽകാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന അർത്ഥത്തിലാണ് ഈ രക്ഷ തേടൽ. അപ്പോൾ ഇത് അള്ളാഹുമായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധം, സൃഷ്ടിയുമായിട്ട് മനുഷ്യനുമായും അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢത മരക്കിട്ടുറപ്പിക്കുകയുമാണോ ചെയ്യുന്നത്, അതോ പറയാനുള്ളൊരു സംഗതി.